ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് സിമ്പിളായിട്ടുള്ളൊരു പാർട്ടി വെയർ ഡ്രസ്സിൻ്റെ ഡിസൈൻ വീഡിയോ ആണ് ചെയ്യുന്നത്. ഇത് സ്പെഷ്യലായിട്ടൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ചെയ്തിട്ട് എടുക്കാനായിട്ട് നമ്മൾ ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് യൂസ് ആക്കിയിട്ടുള്ളത്. ടോപ്പിന് വേണ്ടിയിട്ട് 3.25 മീറ്ററും ഷോളിന് വേണ്ടിയിട്ട് 2.25 മീറ്ററും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ലൈനിങ്ങിനും പാൻറ്റിനും കൂടെ ആയിട്ട് ക്രേപ്പിൻ്റെ മെറ്റീരിയൽ 5 മീറ്റർ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഡ്രസ്സിലോട്ട് മെയിനായിട്ട് നമുക്കിത് ഇതുപോലത്തെ ലേസുകളാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ ഈ ഒരു വീതി കൂടിയ ടൈപ്പ് നമ്മളൊരു 3 മീറ്ററിൻ്റെ അടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വീതി കുറഞ്ഞതൊരു 10 മീറ്ററുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലായിട്ട് മെറ്റീരിയൽ ഇതുപോലെ 4ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇതിൽ ടോപ്പിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലായിട്ട് ഈ ഒരു ഫോൾഡിങ് വരുന്ന ഭാഗത്ത് നിന്നായിട്ട് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ നിന്നായിട്ട് ഇതുപോലെ ഒരു 17 ഇഞ്ചസ് ലെങ്ത്തിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു എൻഡിലായിട്ടും 4 ഇഞ്ചസ് തന്നെ വിടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇത്രയും മാർക്ക് ചെയ്തിട്ട് നമുക്കിനി ഇതിലായിട്ട് ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മൾ എത്രയാണോ ടോപ്പിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ചസ് എക്സ്ട്രാ എടുത്തിട്ട് വേണം ഫുൾ ലെങ്ത്ത് എടുക്കാനായിട്ട്. ലെങ്ത്ത് മാർക്ക് ചെയ്ത് പിന്നെ നമുക്കിനി ഇതിൽ ബോട്ടം വിടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മൾ ടോട്ടൽ എത്രയാണോ ബോട്ടം വിടുത്ത് വരുന്നത് അതിൻ്റെ പകുതിയായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലായിട്ട് നമ്മൾ നേരത്തെ 17 ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റിൽ നിന്നായിട്ട് നമ്മളിപ്പം താഴെ ബോട്ടം റൗണ്ട് മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റിലോട്ട് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഫസ്റ്റ് നമ്മൾ ആ ഒരു 17 ഇഞ്ചസ് വരെ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കി നമ്മൾ ആ ഒരു ബോട്ടം ഭാഗത്തോട്ട് ഇതുപോലെ ഒന്ന് സ്ലോപ്പ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത പോലെ അതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനിയൊരു ബോട്ടം ഭാഗം കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാ ഇതിൽ ബാലൻസ് വന്നിട്ടുള്ള ഈ ഒരു പീസ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വന്നിട്ടുള്ള ഭാഗത ഇതുപോലെ നേരെ തിരിച്ചിട്ട് ഇതിൽ താഴ് ഭാഗത്തോട്ടായി വരുന്ന രീതിക്ക് ഇതുപോലെ ഒന്ന് മറിച്ച് വെച്ച് കൊടുക്കണം. ഇതിൽ കാണുന്ന പോലെ ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കാം. ഇനി ഇതൊന്ന് ലെവൽ ചെയ്തിട്ട് കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഭാഗത നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പാനലിലോട്ട് ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലൊരു 1/2 ഇഞ്ച് സീം അലവൻസ് വെച്ചിട്ട് ഒന്നിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് പിൻ ചെയ്തിട്ട് എടുക്കുകയാണ്. ലാസ്റ്റ് വരെ ഇതുപോലെ പിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നോർമലി മാർക്ക് ചെയ്യുന്ന പോലെ ബാക്കി മെഷർമെൻറ്റ്സൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നെക്കിൻ്റെ വിഡ്ത്തായിട്ട് 3.5 ഇഞ്ചസും ഷോൾഡറിൻ്റെ വിഡ്ത്തായിട്ട് 3.5 ഇഞ്ചസും മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഷോൾഡറിൻ്റെ എൻഡിലോട്ട് ജസ്റ്റ് ഒന്ന് സ്ലോപ്പ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിനി ആം ഹോൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 7.5 ഇഞ്ചസ് ആം ഹോളിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 10 ഇഞ്ചസാണ് ചെസ്റ്റ് റൗണ്ട് ആയിട്ട് എടുക്കുന്നത്. കൂടെ ഒരു 1 ഇഞ്ച് സീം അലവൻസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. സീം അലവൻസും കൂടെ ചേർത്ത് 11 ഇഞ്ചസ് ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിനി ബോഡി ലെങ്ത്ത് 16 ഇഞ്ചസ് മാർക്ക് ചെയ്ത് എടുക്കാം. ബോഡി ലെങ്ത്ത് മാർക്ക് ചെയ്തെടുത്ത് നിന്നായിട്ട് വേസ്റ്റ് റൗണ്ട് ഒരു 9 ഇഞ്ചസും കൂടെ ഒരു 1 ഇഞ്ച് സീം അലവൻസും കൂടെ ചേർത്തിട്ട് 10 ഇഞ്ചസ് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി 2 പോയിന്റുകൾ തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് ആം ഹോളും കൂടെ ഒന്ന് ഷേപ്പ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും മാർക്ക് ചെയ്തിട്ട് നമുക്കിനി ബോട്ടം റൗണ്ടും കൂടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് എടുക്കണം. ലെങ്ത്ത് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബോട്ടം നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തതും കൂടെ ചേർത്തിട്ട് 24 ഇഞ്ചസ് ടോട്ടൽ ബോട്ടം റൗണ്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുള്ള വേസ്റ്റ് റൗണ്ടിൽ നിന്നായിട്ട് ബോട്ടം റൗണ്ടിലോട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും മാർക്ക് ചെയ്തിട്ട് നമുക്കിനി ഇത് കട്ട് ചെയ്തിട്ട് എടുക്കാം. നെക്ക് നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല. നെക്ക് ഒഴികെ ബാക്കിയൊക്കെ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണ്. ഇനി ഇതിൻ്റെ ബോട്ടം ഭാഗം ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ടോപ്പിന് വേണ്ടിയിട്ടുള്ള ലൈനിങ് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അതിനായിട്ട് മെറ്റീരിയൽ ഇതുപോലെ 4ആയിട്ട് തന്നെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ടോപ്പ് വെച്ചിട്ട് സെയിം അളവിൽ ലൈനിങ് കട്ട് ചെയ്ത് എടുക്കുക. ലൈനിങ്ങിലായിട്ട് ഫുൾ ലെങ്ത്ത് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ടോപ്പിന് എടുത്തതിനേക്കാളും കുറച്ചൊന്ന് കുറച്ചിട്ട് വേണം കട്ട് ചെയ്ത് എടുക്കാൻ. ഒരു 1.5 ഇഞ്ച് കുറച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ബാക്കിയെല്ലാം സെയിം അളവിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പിന്നൊക്കെ നമ്മളൊന്ന് റിമൂവ് ചെയ്തിട്ട് എടുക്കുകയാണ്. നമുക്കിത് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇതിലായിട്ട് ഫ്രണ്ടിലോട്ട് 3 പീസും ബാക്കിലോട്ട് 3 പീസും കൂടെ ആയിട്ട് 6 പാനൽസാണ് നമ്മളിതാ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വെക്കാം. ഇനി ഇതിൽ നിന്നായിട്ട് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഈ 3 പീസുകളും തമ്മിലൊന്ന് ജോയിൻ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ 2 സൈഡിൽ വന്നിട്ടുള്ള ഈ ഒരു പീസസ് ഇതുപോലെ നല്ല ഭാഗത്തേക്ക് ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ആക്കിയിട്ട് എടുക്കുകയാണ്.
അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ സൈഡും കൂടെ സ്റ്റിച്ച് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ നമ്മളിതിൻ്റെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഇതാ ഒരുപോലെ സ്റ്റിച്ച് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനിതാ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ എൻഡ് ഭാഗം നമുക്കൊന്ന് ലെവൽ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ പാനൽസൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിൻ്റെ എൻഡ് കറക്റ്റ് ഒന്ന് ലെവൽ ചെയ്തിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ലെങ്ത്ത് എടുക്കുമ്പോൾ തന്നെ ഒരു 1.5 ഇഞ്ചോ 2 ഇഞ്ചോ ഒക്കെ എക്സ്ട്രാ എടുക്കണം. അപ്പോഴേ നമ്മൾ ലെവൽ ചെയ്തൊക്കെ വരുമ്പോഴേക്കും കറക്റ്റ് ലെങ്ത്ത് ആവുള്ളൂ. ഇനി നമുക്കിതിലായിട്ട് നെക്കിനെ കട്ട് ചെയ്തിട്ട് എടുക്കാം. അതിനായിട്ട് ഞാൻ ഫ്രണ്ട് പാർട്ടും അതിൻ്റെ ലൈനിങ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, ബാക്ക് പാർട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലായിട്ട് ഫ്രണ്ട് നെക്കിൻ്റെ വിഡ്ത്തായിട്ട് 4 ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ട് എടുക്കാം. ഇനി നെക്കിൻ്റെ ലെങ്ത്തായിട്ട് 7 ഇഞ്ചസ് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തായിട്ടൊരു 1 ഇഞ്ച് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു വി ഷേപ്പിൽ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നെക്കിൽ ലേസാണ് യൂസ് ആക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ലേസിൻ്റെ വിഡ്ത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ആ ഒരു 1 ഇഞ്ച് മെഷർ ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ യൂസ് ആക്കുന്നത് 1.5 ഇഞ്ച് വിഡ്ത്ത് വന്നിട്ടുള്ള ലേസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ഇഞ്ചാണ് അവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിലായിട്ട് നമ്മൾ ലൈനിങ്ങിലും മെയിൻ മെറ്റീരിയലും ഒരേ ഷേപ്പിൽ നെക്ക് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഫ്രണ്ട് പാർട്ടിലെ മെയിൻ മെറ്റീരിയലിലായിട്ട് നമ്മൾ 2 സൈഡും പാനൽസ് ജോയിൻ്റ് ചെയ്ത ഭാഗത്തായിട്ട് ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ ആയിട്ട് നമ്മൾ ആ ഒരു വീതി കുറഞ്ഞ ടൈപ്പ് ലേസാണ് നമ്മൾ ആ ഒരു ജോയിൻ്റ് ഹൈഡ് ചെയ്യുന്ന പോലെ വെച്ച് കൊടുക്കുന്നത്. 2 സൈഡിലും വെച്ചിട്ട് സ്റ്റിച്ച് ആക്കിയിട്ട് എടുക്കാം. ലേസ് ഇതിൽ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെതാ നമ്മുടെ ലൈനിങ്ങിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു നെക്കിൻ്റെ ഭാഗം മാത്രം ഒന്ന് സ്റ്റിച്ച് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതാ നെക്കിലായിട്ട് ലൈനിങ്ങും കൂടെ ചേർത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നെക്കിലായിട്ട് ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒന്ന് മെഷർ ചെയ്തിട്ട് എടുക്കാം. ഒരു 10 ഇഞ്ചസ്. അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ ആ ഒരു ലെങ്ത്തിനേക്കാളും 2 ഇഞ്ചസ് എക്സ്ട്രാ എടുത്തിട്ട് നമുക്ക് ലേസിനെ കട്ട് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ 2 സൈഡിലോട്ട് നമുക്ക് ലേസ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കണം. എന്നിട്ട് നല്ല ഭാഗത്തായിട്ട് നമ്മൾ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നെക്കിൻ്റെ നല്ല ഭാഗത്തായിട്ട് നമ്മുടെ ലേസിൻ്റെ റോങ് സൈഡ് ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ആക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ എൻഡ് എവിടം വരെയാണോ വരുന്നത് അവിടം വരെയാണ് ഈ ഒരു ലേസ് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മളിനി മറ്റേ സൈഡിലും കൂടെ ഇതുപോലെ സ്റ്റിച്ച് ആക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ 2 സൈഡിലും ഇതുപോലെ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു നെക്കിലായിട്ട് 2 സൈഡിലും കോണായിട്ട് വന്നിട്ടുള്ള ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളിതാ ഇതുപോലെ ആ ഒരു സ്റ്റിച്ചിൽ തട്ടാതെ ചെറുതായിട്ടൊരു കട്ടിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു ലേസ് ഇതുപോലെ നല്ല ഭാഗത്തേക്ക് ഇങ്ങനെ മറിച്ച് കൊടുക്കുക. ഇതിൽ ആ ഒരു എൻഡിൽ വന്നിട്ടുള്ള ആ ഒരു ബാലൻസ് ഇതുപോലെ റോങ് സൈഡിലേക്ക് ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ മറ്റേ സൈഡിൽ നമ്മൾ ഇതുപോലെ തന്നെ ആ ഒരു ലേസിന് നല്ല ഭാഗത്തേക്ക് മറിച്ച് കൊടുത്തിട്ട് അതിൽ വന്നിട്ടുള്ള ആ ഒരു ബാലൻസ് ഇതുപോലെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുകയാണ്. ഇനി ഇതിലാണെങ്കിൽ നെക്കിൻ്റെ മുകളിലായിട്ട് എക്സ്ട്രാ വന്നതൊക്കെ നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി കൊടുക്കാം. ഇനി നമുക്കൊരു നെക്കിന് പതിച്ചതാ ഇതുപോലെ ചുറ്റൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. നെക്കിന് ഇതുപോലെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ആ ഒരു നെക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ലേസൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് നല്ല ഭംഗിയുള്ളൊരു നെക്ക് നമ്മളിവിടെ ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ബാക്ക് നെക്കും കൂടെ കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാനിതിൽ ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടാണ് ബാക്ക് നെക്ക് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ബാക്ക് പാർട്ടും അതിൻ്റെ ലൈനിങ്ങും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഫ്രണ്ട് നെക്കിൻ്റെ വിഡ്ത്തിനനുസരിച്ചിട്ട് നമുക്കിതിൽ ബാക്ക് നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് നെക്കിൻ്റെ വിഡ്ത്തിനനുസരിച്ചിട്ട് ബാക്ക് നെക്കിൽ വിഡ്ത്ത് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലെങ്ത്തും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. 3 ഇഞ്ചസ് ബാക്ക് നെക്കിൻ്റെ ലെങ്ത് ആയിട്ടും കൂടെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇതൊരു റൗണ്ട് നെക്കായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇത് നമ്മുടെ നോർമൽ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ 2ൻ്റെയും നല്ല വശം ചേർത്ത് വെച്ചിട്ട് റോങ് സൈഡിൽ നിന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ചെറിയ കട്ടുകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് റൈറ്റ് സൈഡിലോട്ട് മറിച്ച് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു രീതിക്കാണ് നമ്മൾ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മളിനി ഇതിൽ ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ട് നമുക്കിനി ഇതിലോട്ട് സ്ലീവിനെ കട്ട് ചെയ്തിട്ട് എടുക്കാം. നമ്മൾ സ്ലീവ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ നമ്മളിനി സ്ലീവിന് വേണ്ടിയിട്ട് മെറ്റീരിയൽ ഫോൾഡ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ മെറ്റീരിയലിനെ 4ആയിട്ട് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഡ്രസ്സിലുള്ള ആം ഹോൾ വെച്ചിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിക്കായിട്ട് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലായിട്ട് സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. 17 ഇഞ്ചസ് സ്ലീവിൻ്റെ ലെങ്ത്തും കൂടെ മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ഇതിൽ സ്ലീവ് റൗണ്ടായിട്ട് 7 ഇഞ്ചസും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ട് നമുക്കിനി ഇതിനെ കട്ട് ചെയ്തിട്ട് എടുക്കാം.
ഇനി ഇതിൽ സെയിം അളവിലായിട്ട് ലൈനിങ്ങും കൂടെ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് സ്ലീവിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് സ്ലീവിലായിട്ട് ലൈനിങ്ങിന് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡിലും സ്ലീവും ലൈനിങ്ങും ആയിട്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലായിട്ട് ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഇതുപോലെ 3 ലെയറായിട്ടാണ് ഇതുപോലെ ഈ ഒരു ലേസ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല ഭാഗത്തായിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലായിട്ട് സ്ലീവിൻ്റെ ആ ഒരു എൻഡ് ഭാഗം ജസ്റ്റ് ഒന്ന് റോങ് സൈഡിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ലേസ് വെച്ചിട്ട് സ്റ്റിച്ച് ആക്കിയിട്ട് എടുക്കുകയാണ്. ഒരു ലെയർ ലേസ് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ലെയറും കൂടെ വെച്ച് കൊടുക്കാം. അങ്ങനെ 3 ലെയറായിട്ടാണ് നമ്മൾ ലേസ് ഇതുപോലെ സ്റ്റിച്ച് ആക്കിയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള ലേസിൻ്റെ വീതിക്കനുസരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതിൽ 3 ലെയറായിട്ട് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ലേസിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ ഇതിൻ്റെ വീതി എത്ര വേണമെങ്കിലും എടുക്കാം. ആ 3 സെറ്റ് ലേസ് വെച്ചിട്ട് പിന്നെ അതിൻ്റെ എൻഡിലായിട്ട് നമ്മൾ ആ ഒരു വീതി കുറഞ്ഞിട്ടുള്ള ആ ഒരു ലേസും കൂടെ വെച്ചിട്ട് സ്ലീവ് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഡ്രസ്സിലോട്ട് സ്ലീവിനെ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും കൂടെ കഴിഞ്ഞാൽ നമുക്കിനി ഡ്രസ്സിൻ്റെ സൈഡുകൾ തമ്മിൽ കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. ഇനി ഇതിനെ റോങ് സൈഡിലേക്ക് ആക്കിയിട്ട് സ്ലീവിൻ്റെ അവിടം മുതൽ വേസ്റ്റിൻ്റെ അവിടം വരെ ഇതുപോലെ ലൈനിങ്ങും കൂടെ ചേർത്തിട്ട് കൂട്ടി സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ ആയിട്ട് ഇത്രയും വരെ നമ്മൾ 2 സൈഡും ലൈനിങ്ങും കൂടെ ചേർത്ത് സ്റ്റിച്ച് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കി നമ്മൾ മെയിൻ മെറ്റീരിയലും ലൈനിങ്ങും ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ആക്കിയിട്ട് എടുക്കാം. ഇതുപോലെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ആക്കിയിട്ട് എടുക്കുകയാണ്. 2 സൈഡും ഇതുപോലെ തന്നെ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ സൈഡൊക്കെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. സൈഡ് സ്റ്റിച്ച് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ബോട്ടം ഭാഗം കൂടെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ലൈനിങ്ങിലായിട്ടും മെയിൻ മെറ്റീരിയലായിട്ടും ഇവിടെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ടോപ്പ് നമ്മൾ കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 6 പാനൽസ് ആയിട്ടാണ് നമ്മളിത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റാക്കി സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ഒരു പാൻറ്റും കൂടെ ചെയ്തിട്ടുണ്ട്. ആങ്കിൾ ലെങ്ത്ത് വന്നിട്ടുള്ള ഒരു പാൻറ്റാണ്. അപ്പം ഇതിൻ്റെ ലൈനിങ്ങിൻ്റെ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് പാൻറ്റ് സ്റ്റിച്ച് ആക്കിയിട്ടുള്ളത്. ഈ ഒരു പാൻറ്റിൻ്റെ എൻഡിലായിട്ട് ഇതുപോലെ ചെറിയൊരു ലേസ് നമ്മളിതിൽ സ്റ്റിച്ച് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ടൊരു ഷോളും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഷോളിനായിട്ട് ഞാനിവിടെ യൂസ് ആക്കിയിട്ടുള്ളത് ടോപ്പിന് ഉപയോഗിച്ചിട്ടുള്ള സെയിം മെറ്റീരിയലാണ്. ജോർജറ്റിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ്. 2.25 മീറ്റർ എടുത്തിട്ടുണ്ട്. ഷോളിൻ്റെ ചുറ്റും ഇതുപോലെ ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലോട്ട് വരുന്ന ഭാഗത്ത് മാത്രമായിട്ട് ആ ഒരു വീതി കൂടി ലേസും കൂടെ വെച്ചിട്ടൊന്ന് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ല ഈസി ആയിട്ട് നമ്മുടെ ഈ ഒരു സൽവാർ സെറ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ലൊരു പാർട്ടി വെയർ ലുക്കാണ് ഈ ഒരു ഡ്രസ്സിന് കിട്ടുന്നത്. അപ്പോൾ ഈ ടൈപ്പ് ഡ്രസ്സൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.